ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു കൊടൈക്കനാൽ. അപ്പോൾ ഇതാണ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റുന്ന നിരവധി ട്രാവൽ ഏജൻസീസ് ഉണ്ട്. അപ്പം ഇന്നലെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഈ കാണുന്ന താജ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഈ ടൂർ ഏജൻസിയിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് പോകാം. ഒന്ന് മിനി ബസ്സിലും രണ്ടാമത് കാറിലും. മിനി ബസ്സിൽ പോയാൽ ഒരാൾക്ക് 9 പ്ലേസ് കാണാൻ പറ്റും. അതായത് പെർ ഹെഡ് 400 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. കാറിലാണെങ്കിൽ അതേസമയം 2500 രൂപയാണ് പറയണത്. ഏതായാലും നമുക്ക് കാറിൽ പോയാൽ മുതലാകില്ല എന്നറിഞ്ഞാൽ നമ്മൾ മിനി ബസ്സിലാണ് പിന്നെ പോയത്. ട്രിപ്പ് ആരംഭിക്കുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പോയ മിനി ബസ്സിൽ ഏതാണ്ട് ഒരു 15-20ഓളം ആൾക്കാർ ഇരിക്കാൻ പറ്റും. അപ്പം ഇവരെല്ലാം പല പല ഹോട്ടലുകളിലുമാണ് താമസിക്കുന്നത്. അപ്പം ഈ മിനി ബസ് ഈ ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ പോയി അവരെല്ലാം പിക്ക് ചെയ്ത് ലാസ്റ്റ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് അവർക്കുണ്ട്. പിന്നെ നമ്മൾ പോയ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകുന്നേരം 3 വരെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ അതായത് നമ്മൾ ലേക്കില്ലേ, കൊടൈക്കനാൽ ലേക്കിൻ്റെ അപ്പർ വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഒരു പകുതിയോളം വ്യൂ നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വേറെ കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച്. അപ്പോൾ ഈ സൈഡിലെല്ലാം കുറച്ച് കടകളുമുണ്ട്. കടകളൊക്കെ നിരവധി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലായത് ഒരു ഉത്സവം തുടങ്ങുമ്പോൾ ചെറിയ കടകളിലൊക്കെ പറയത്തില്ലേ, ഏതെടുത്താലും 20 രൂപ. അതേ കണക്കാണ് കൊടൈക്കനാലിൽ ഏത് സാധനം എടുത്താലും 50 രൂപ 100 രൂപ ആ റേറ്റിൽ അങ്ങോട്ട് സാധനങ്ങളുള്ളൂ. അതിപ്പോൾ അങ്ങനെയാണല്ലോ, ടൂറിസ്റ്റ് ഏരിയകളിലായ അങ്ങനെയാണല്ലോ, പൈസ നല്ലതുപോലെ പിടുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഞാൻ പോകുമ്പോഴാണ് ആലോചിച്ച് തീരുന്നതിന് മുമ്പേ അടുത്ത സ്ഥലമെത്തി. ഇതാണ് പില്ലർ റോക്സ്. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസുകളില്ലേ, അതെല്ലാം ഈ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനകത്താണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും വരുന്നത്. അങ്ങനെ നമുക്ക് അധികം കണ്ടു നിൽക്കാൻ ടൈം തരാതെ നമ്മുടെ അണ്ണാച്ചി മിനി ബസ്സിൽ നിന്ന് നമുക്ക് ഫോൺ അടിക്കാൻ തുടങ്ങി. അതായത് ഇവർക്ക് ഒരു 10-15 പേരുണ്ടല്ലോ മിനി ബസ്സിനകത്ത്. അപ്പോൾ ഇവരെല്ലാം പരമാവധി ടൈം കുറച്ച് കാണിച്ചിട്ട് ഇവർക്ക് എങ്ങനെയും തിരിച്ചിങ്ങനെ കൊണ്ടുപോയാൽ മതി. അപ്പം ഈ വാനെടുത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതായത് നമുക്ക് കുറച്ച് സ്വതന്ത്രമായിട്ട് നിൽക്കാനോ അങ്ങനെയുള്ള ഇതൊന്നും അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ കാണുന്ന 2 ഭീമാകരമായ 2 തൂണ് കണക്ക് നിൽക്കുന്ന 2 പാറക്കൂട്ടങ്ങളില്ലേ, അതിനാണ് പില്ലർ റോക്സ് എന്ന് പറയുന്നത്. കോട മൂടിക്കിടക്കുന്ന മലനിരകളും പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന താഴ്വാരങ്ങളും ഇവിടെ വളരെ നല്ലൊരു സീനറിയാണ് തരുന്നത്. അങ്ങനെ നമ്മളായിട്ട് എങ്ങും വിട്ടുകൊടുത്തില്ല. എല്ലായിടത്തു നിന്നും ഒരു വീഡിയോയും എടുത്ത് നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അടുത്തതെന്ന് പറയുന്നത് ഗുണാക്കേവാണ്. അപ്പോൾ നമുക്ക് നേരെ ഗുണാക്കേവിലേക്ക് പോകാം. പിന്നെ എല്ലാവരോടും ഒരു കാര്യം ബോധിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും വീക്കെൻഡ് ദിവസങ്ങളിൽ കൊടൈക്കനാലോ അല്ല അതുപോലുള്ള വേറൊരു സ്ഥലങ്ങളിലും പോകരുത്. വീക്കെൻഡിൽ പോയാലുള്ള അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നേരെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും എത്രത്തോളം തിരക്കാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഗുണാക്കേവിൻ്റെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ജനത്തിരക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ, ഞായറാഴ്ച വീക്കെൻഡ് ദിവസത്തിൽ കൊടൈക്കനാലിൽ വരണമോ വേണ്ടേന്ന്. ഇതെന്തോ ഞാൻ വിചാരിച്ച ആദ്യം കല്യാണ സദ്യക്ക് വേണ്ടി തള്ളിക്കയറത്തില്ല, അതേ കണക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവിടുത്തെ ഇത്രയും ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾ. ഞായറാഴ്ച ഒരിക്കലും വരാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത്തിരി ശാന്തമായിട്ട് നമ്മൾ ഗുണാക്കേവ് കാണാൻ വരുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ ഗുണാക്കേവിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇപ്പം വീഡിയോയുടെ സൗണ്ട് ഓണായി കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് കോളേജ് പിള്ളേരാണ്. അവരുടെ പൂക്കുള്ളിയും അതുമാണ് ഇവിടുത്തെ ശാന്ത സുന്ദരമായ ഇപ്പോഴത്തെ ഗുണാക്കേവിലെ അവസ്ഥ ഇതാണ്. ഗുണാക്കേവിലോട്ട് ആർക്കും പോകാൻ പറ്റില്ല, എല്ലാം ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതിവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഇപ്പം എല്ലാം ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നത്. 1991 കമലഹാസൻ ചിത്രമായ ഗുണ എന്ന സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ പേര് തന്നെ മാറി, ഡെവിൽസ് കിച്ചൺ എന്നുള്ള പേര് മാറി ഗുണ എന്ന പേര് വരുന്നത്. നല്ല തിരക്കുള്ള കാരണം അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ എടുത്ത കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നത്.
ഇവിടെയും കിടിലം എല്ലായിടത്തും നല്ല വ്യൂ പോയിൻ്റാണ് കൊടൈക്കനാലിൽ. അടുത്ത് നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇതൊരു നല്ലൊരു പോപ്പുലറായ ഒരു സ്ഥലമാണ് കൊടൈക്കനാലിലെ. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു വിശ്രമ സ്ഥലം കൂടിയാണ്. ഇവിടെ വരുന്നവരെല്ലാം അധികവും ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് പോകാറുള്ളത്. അത് നമുക്ക് ഈ വീഡിയോ കൂടി കാണാനും പറ്റുന്നുണ്ട്. പിന്നെ കുറേ അധികം ഹോഴ്സുകളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം ഹോഴ്സ് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് ഇതിന് മേലിൽ കയറി പോകാമെന്നുള്ളതാണ്. അങ്ങനെയെല്ലാം കുറേ കാഴ്ചകൾ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതായത് 20 രൂപ 30 രൂപ ആ റേറ്റിൽ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലും ടിക്കറ്റ് ചാർജും ഉണ്ട്. അടുത്തതായി നമ്മളെ കൊണ്ട് പോകുന്നത് അണ്ണാച്ചി നമ്മളുടെ മൊയർ പോയിൻറ്റിലേക്കാണ്. ഇവിടെ നിന്നും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കിയിലേക്ക് പോകാനായിട്ട് 80 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ആ റോഡ് ഇപ്പോഴും ബ്ലോക്കാണ്. ഈ റോഡിൻ്റെ പേരായിരുന്നു ഗോഷൻ റോഡ്. ഇത് നിർമ്മിച്ച എൻജിനീയറുടെ പേരാണ് സർ മൊയർ. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ സ്ഥലത്തിന് മൊയർ പോയിൻ്റ് എന്ന പേര് നൽകിയത്. ഈ കാണുന്ന മൊയർ പോയിൻറ്റിലെ വാച്ച് ടവറിൽ കയറി നിന്നാൽ താഴെയുള്ള മലനിരകളും താഴ്വാരങ്ങളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൊയർ പോയിൻറ്റിലെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് കോക്കേഴ്സ് വാക്ക്, അത് കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ ലേക്കിലും കൂടെ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇത് തീരുന്നത്. അപ്പോൾ നമ്മൾ വന്ന മിനി ബസ്സിൽ അണ്ണാച്ചി നമ്മളെ ലാസ്റ്റ് പോയിൻ്റായിട്ട് കോക്കേഴ്സ് വാക്കിൽ ഇറക്കി വിടും. പിന്നെ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലായിരിക്കുന്നതാണ്. നമ്മൾ നേരെ തിരിച്ചവിടെ നിന്ന് ഇതാണ് കോക്കേഴ്സ് വാക്കിൻ്റെ എൻട്രി ഗേറ്റ്. അപ്പോൾ ഇവിടെ നിന്നും അകത്തേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് വേണം. അതായത് ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റായിട്ട് വരുന്നത്. ഇവിടെ കോക്കേഴ്സ് വാക്കെന്ന് അറിയപ്പെടാൻ കാരണം കോക്കേഴ്സ് എന്ന് പേരുള്ളൊരു ഫോറിൻ സായിപ്പ് വന്ന് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ നടപ്പാത അയാൾ ഡെയിലി ഇവിടെ നടക്കാൻ വരുന്നത് കാരണമാണ് ഇവിടെ കോക്കേഴ്സ് വാക്കെന്ന് പേര് വന്നതെന്നാണ് ഇവിടുത്തെ ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ കോക്കേഴ്സ് വാക്കിൻ്റെ ലാസ്റ്റ് പോയിൻറ്റിലൊരു ചായക്കടയുണ്ട്. അപ്പം ചായക്കട കണ്ടതുകൊണ്ട് ഇത്രയും ദൂരം നടന്ന് വന്നതിനാലും നമ്മളൊരു ചായ വാങ്ങിച്ചങ്ങ് കുടിച്ചു. അപ്പോൾ ഇതാണ് കോക്കേഴ്സ് വാക്കിൻ്റെ എക്സിറ്റ് ഗേറ്റ്. അപ്പോൾ ഇതുവഴി നമ്മൾ കോക്കേഴ്സ് വാക്കിന് ടാറ്റ പറഞ്ഞ് നമ്മൾ പോവുകയാണ് നേരെ കൊടൈക്കനാൽ ലേക്കിലേക്ക്. ഈ കൊടൈക്കനാൽ ലേക്കും കോക്കേഴ്സ് വാക്കും കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിനുള്ളിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ലേക്കിലോട്ട് നമ്മൾ കയറി ചെല്ലുന്ന റോഡിൽ തന്നെ കുറേ സൈക്കിളുകൾ കാണാം, അതുപോലെ കുതിരകൾ നിൽക്കുന്നത് കാണാം, അതുപോലെ ബോട്ട് റൈഡിങ്ങും ഉണ്ട്. സൈക്കിൾ വരുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന് സിംഗിളായിട്ടുള്ള സൈക്കിളും വരുന്നുണ്ട്, ഡബിളായിട്ട് ചവിട്ടാനുള്ള സൈക്കിളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയും 100 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങിനും ഉണ്ട്. ഹോഴ്സ് റൈഡിങ് നമ്മൾ പോയില്ല. അതുപോലെ ബോട്ടിങ്ങിന് 200 രൂപയാണ് ചാർജ് വരുന്നത്. 200 രൂപ ചാർജ് വരുന്ന ബോട്ടിൽ 2 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ 300 രൂപ ചാർജ് വരുന്ന ബോട്ടിൽ 4 പേർക്കും ഇരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇവിടെ നേരത്തെ ഹോട്ടലിൽ കയറിയില്ലെങ്കിലുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.